ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിനെ കരിതേക്കാനായിട്ടല്ലേ ഈ തോന്നിയസം കളിക്കുന്നത്. കേന്ദ്രം ആയിക്കോട്ടെ, കേന്ദ്രത്തിന്റെ ആളെ പിടിക്കറ ഇവിടെ കള്ളക്കടത്ത് കയറത്രയുണ്ട്, ആരെയും പിടിക്കുന്നുണ്ട്. വെറുതെ ഇല്ലാതെ ഇതും പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ ഇത് എല്ലാം ഒത്തിട്ടാണ്, അവരൊത്തിട്ടാണ്. എന്തെന്നാ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാൻ ചെയ്തോളി. എന്നാ ജനങ്ങളെല്ലാം പിടിച്ചു വന്നാലേ നമുക്ക് നോക്കാം. നിങ്ങൾ പറഞ്ഞാൽ എന്നാ പിന്നെ ഞങ്ങൾ അതിന് കാത്തു നിൽക്കാമല്ലോ. പിണറായി വിജയന്റെ വീടിന്റെ വസതിക്ക് മുന്നിൽ ഈ പാർട്ടി പ്രവർത്തകർ തടിച്ചുകൂടിയിട്ടുണ്ട്. അവരുടെ പ്രതിഷേധ ശബ്ദങ്ങളാണ്, അവരുടെ പ്രതികരണങ്ങളാണ് കേൾക്കുന്നത്. അജീഷ് ജയകുമാർ അല്പസമയത്തിനകം. എന്നാ പിന്നെ ഞങ്ങൾക്ക് അതും കാത്തു നിൽക്കാമല്ലോ. നിങ്ങൾക്ക് അതല്ലേ വേണ്ടത്. അയാൾ എങ്ങനെയും കൊന്ന് വിട്ടല്ലേ വേണ്ടത്. എന്ത് തോന്നിയാസം നടന്ന് കുറെ പത്രങ്ങൾ നുണയും കൊണ്ട് നടക്കുക. ഇന്നും ഇന്നലെ നടക്കുന്ന നിങ്ങൾ എത്ര കാലമായി തുടങ്ങിയിട്ട്? മാധ്യമപ്രവർത്തകരോടാണ് അവരുടെ പ്രതിഷേധം. അവരെ ഒരു കാലമായി പിണറായി വിജയനെ കുറിച്ച് നുണ എഴുതുകയാണ്. എന്നാൽ ഇ ഡി റെയ്ഡുമായി മാധ്യമങ്ങൾക്ക് എന്ത് ബന്ധം? പറയണം ശബ്ദം ഉയർത്തണം. വലിയ പ്രതിഷേധം ഇവിടെ ഈ പിണറായിയുടെ വീടിന് മുന്നിൽ നാട്ടുകാർ ഉയർത്തുന്നുണ്ട്, ജനരോഷം ഉയർത്തുന്നുണ്ട്. അവർ പറയുന്നത് മാധ്യമങ്ങളെയാണ് അവർ പഴി പറയുന്നത്. പക്ഷേ ഇ ഡിയാണ് ഈ പിണറായിയുടെ വസതിയിൽ പരിശോധന നടത്തുന്നത്. അത് അവർ ചിലപ്പോൾ മറന്നുപോയതായിരിക്കും. എന്തായാലും നാട്ടുകാർ പഴിക്കുന്നത് മാധ്യമങ്ങളെയാണ്. അവർ കുറെ കാലമായി വേട്ടയാടുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത്. ഈ പിണറായിയിലെ വീടിന് മുന്നിലേക്ക് കൂടുതൽ പാർട്ടി പ്രവർത്തകർ എത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അജീഷ് തുടരുകയാണ്. ഈ ജില്ലാ സെക്രട്ടറി വേറെ മുതിർന്ന നേതാക്കളുണ്ട്. ഇ പി ജയരാജൻ അങ്ങനത്തെ സെക്രട്ടറി ജില്ലയിലുണ്ടോന്ന് എനിക്കറിയില്ല. ഇപ്പം വിളിച്ചിരുന്നു. പത്തരക്കാണ് പ്രതിഷേധം. പത്തരക്ക് ഇവിടുന്നാണ് തുടങ്ങുന്നത്. ഇവിടുന്ന് അപ്പോൾ വലിയ പ്രതിഷേധത്തിന് CPM ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. ഇ ഡിയുടെ പരിശോധനയെ രാഷ്ട്രീയമായി തന്നെ പ്രതിരോധിക്കുകയാണ് CPIMന്റെ ആ തീരുമാനം. വീടിന് മുന്നിൽ ഒരുപാട് നാട്ടുകാർ ഇപ്പോൾ പ്രതിഷേധ ശബ്ദങ്ങൾ ഉയർന്നു തുടങ്ങിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കുറച്ചധികം പാർട്ടി പ്രവർത്തകർ ഇപ്പോൾ പിണറായി വിജയന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു. ഇതിനിടയിൽ MA ബേബിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട്. ഈ CPM സഖാവ് പിണറായി വിജയൻ വീട്ടിൽ നടത്തുന്ന റെയ്ഡിനെ തള്ളിക്കളയുന്നു. ഇത് പ്രതിപക്ഷ നേതാവിനെ ആക്രമിക്കാനുള്ള വഴിയാണ്.